ഹായ് അസ്സാം വലൈക്കും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു, എനിക്ക് പേഴ്സണൽ മെസ്സേജായിട്ടും കമൻ്റായിട്ടും ഒക്കെ കണ്ടു. എന്ത് പറ്റി എനിക്ക് പഴയൊരു ഉഷാറൊന്നും ഇല്ലല്ലോ. പറയാനുള്ളത് ഈ ഗേൾസിനോടാണ്. എന്തെങ്കിലും ക്രീം ഫേസിൽ പുരട്ടുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ല ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ള അവർ പറയും. ഇപ്പോ വരുന്ന കൂടുതലും ക്വസ്റ്റ്യൻസ്, എന്ത് പറ്റി ജാസ്മിൻ, എന്തിനാ ഗബ്രിമോനോട് വഴക്കുണ്ടാക്കിയത്, എന്താ ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ചുള്ള വീഡിയോകളൊന്നും കാണാത്തത്, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങളല്ലേ ഇപ്പൊ കൂടുതലും വരാറുള്ളത്. ജാസ്മിൻ ജാഫർ, ജാസ്മിനെ ഈ വീഡിയോ കാണാൻ വന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ബിഗ് ബോസ് താരമാണ്, കൂടാതെ ഒരു ഇൻഫ്ലുവൻസറാണ്, ഒരു ബ്യൂട്ടി ബ്ലോഗറൊക്കെയാണ്. ഹായ്, ഈ ക്രീം സൂപ്പർ ക്രീമാണ്, എൻ്റെ ഈ സൈഡും നിങ്ങൾ നോക്കൂ, ഇത് പുതിയ ക്രീം, ഇത് പഴയ ക്രീം, പുതിയ ക്രീമിന്റെ ബ്രൈറ്റ്നസ് കണ്ടോ നിങ്ങൾ, പ്രൊഡക്റ്റ് ടാഗ് ചെയ്തേക്കാം, നിങ്ങൾ മേടിക്കൂ, തേക്കൂ, പണി മേടിക്കൂ. ഇവർ പറയുന്ന വർത്താനവും പഞ്ചാര വർത്താനവും കേട്ട് പല ആളുകളും പോയി പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് തേക്കാറില്ലേ? അങ്ങനെ മേടിച്ച് തേക്കുന്നവരോടാണ് എനിക്ക് തുടക്കത്തിലേ പറയാനുള്ളത്. അതിനുശേഷം ജാസ്മിൻ ഗബ്രിനൊക്കെ സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരുടെ സ്കിൻ അത് വ്യത്യാസമാണ്. എൻ്റെ ഒരു സ്കിൻ ടോണും എൻ്റെ സ്കിന്നിന് എന്തൊക്കെയാണ് വേണ്ടത് അതായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. പിടികിട്ടിയോ? അതുകൊണ്ട് തന്നെ കണ്ട കാക്രാപൂച്ചി പ്രൊഡക്റ്റ് ഒന്നും മേടിച്ച് തേക്കാതിരിക്കുക. സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഒരു സൺസ്ക്രീൻ പോലും നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നേരെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അവർ പറയുന്നത് വെച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുക. അല്ലാതെ ഈ കണ്ട പൂട്ടി ഇൻഫ്ലുവൻസർ കാണിക്കുന്ന മറ്റേ ക്രീം എല്ലാം കൂടെ വാരി തേച്ചാൽ ഉണ്ടല്ലോ, നല്ല മുട്ടം പണി കിട്ടും. പുറത്ത് തേക്കുന്ന ക്രീം മാത്രമാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഉള്ളിൽ കഴിക്കുന്നത് വരെ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ത് ഉണ്ട്, എന്ത് കണ്ടിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുമോ? പോട്ടെ, എന്താണെങ്കിലും നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് നമുക്ക് ജാസ്മി കപ്രിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കപ്രിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ, ഒരു മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ജാസ്മിൻ ഉണ്ടായിരുന്ന അതേ സീസണിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് രണ്ടുപേരുമായിട്ടുള്ള സൗഹൃദം, ക്ലാരിറ്റി ഇല്ലായ്മയാണ് അവരുടെ ക്ലാരിറ്റി എന്ന് ജനങ്ങൾക്ക് മൊത്തം കാണിച്ചു കൊടുത്ത രണ്ട് വ്യക്തികൾ. ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ട്സ് ആയിരുന്നു എന്തായിരുന്നു നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ഇപ്പൊ രണ്ടും ഒന്നിച്ചില്ല, അടിച്ച് പിരിഞ്ഞ് രണ്ട് വഴിക്കാണ്. കപ്രി അവന്റെ യൂട്യൂബ് ചാനലും അതിനകത്ത് കിടന്നിരുന്ന വീഡിയോയും എല്ലാം ഡിലീറ്റ് ചെയ്ത് ഓടിയിട്ടുണ്ട്. ഇതിന് മാത്രം അവൻ എന്ത് പറ്റിയടേ, എല്ലാം ഡിലീറ്റ് ചെയ്ത് ഓടാൻ വേണ്ടി? ഇനി പ്രപ്പോസൽ കണ്ട് ചെയ്തപ്പം താത്ത കാലുകളെ ചെരുപ്പൂരി അടിച്ചോ? അതുകൊണ്ടാണോ? എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ചെറുക്കൻ്റെ പൊടി പോലും ഇല്ല ഇപ്പൊ കണ്ടുപിടിക്കാൻ. പക്ഷേ രണ്ടുപേരും അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഇപ്പം റിലീസായിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിം ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ആര്യ ഭാർഗവന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇറങ്ങിയടേ. ഇതിൻ്റെ അടിയിലൊക്കെ ഗംഭീരമായിട്ടുള്ള കമൻറ്റുകളുണ്ട്. 1,00,000-ന് മേളിൽ ആൾക്കാർ ഇപ്പം കണ്ടു കഴിഞ്ഞു. പക്ഷേ ഭൂരിഭാഗം ആളുകളുടെയും ഒരു ത്വര അല്ലെങ്കിൽ അറിയാനുള്ളൊരു ആഗ്രഹം, അത് ആൾക്കാരെ ഞാൻ കുറ്റം പറയത്തില്ല, കാരണം അവർക്കറിയണം. ജാസ്മിയും കപ്രിയും രണ്ടും വാ തുറക്കുന്നില്ല. അപ്പോൾ പിന്നെ ആളുകൾക്ക് അറിയാൻ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആളുകൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. അതിലെ ഒന്ന്, അടിപൊളി, ബട്ട് ഇത് റിലീസ് ആയപ്പോഴേക്ക് നിങ്ങൾ രണ്ടും രണ്ട് വഴിക്കായല്ലോ എന്നോർക്കുമ്പോൾ ഒരു വിഷമം. ഒരുമിച്ചായിരുന്നേൽ വ്ളോഗൊക്കെ ചെയ്ത് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്ത് രസമായിരുന്നു, മിസ് യു ബോത്ത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെ. നമുക്ക് ഫസ്റ്റ് നല്ല കമൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങണമല്ലോ, അതുകൊണ്ടാണ് അത് കാണിച്ചത്. ഒരുപാട് കമൻറ്റ് കാണിച്ച് വെറുപ്പിക്കത്തില്ല കേട്ടോ. നമുക്ക് വേറെ കുറേ വീഡിയോ ക്ലിപ്പുകൾ നിങ്ങളെ കാണിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇവരെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും ഒക്കെ, ഈ ക്രീമുകൾ മേടിച്ച് മുഖത്തിടുന്ന ആളുകളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, കുറേ വീഡിയോകളുണ്ട്. അതിനു മുമ്പ് അടുത്തൊരു കമൻറ്റും കൂടെ. യഥാർത്ഥത്തിൽ സൈബർ അറ്റാക്ക് കിട്ടുന്നത് ഗബ്രിക്കല്ലേ? ഷോർട്ട് സ്റ്റോറി പോലും ഷെയർ ചെയ്യാത്ത രീതിയിൽ അകൽച്ചയായോ നിങ്ങൾ തമ്മിൽ? എത്ര പെട്ടെന്നാണ് ജാസ്മിൻ ഒരാളെ ഇങ്ങനെ മറക്കാൻ സാധിക്കുന്നത്? അത് ശരിയാണ് ജാസ്മിൻ. ഇതിനൊക്കെ മറുപടി പറയാൻ പറ്റുമോ ജാസ്മിൻ നിങ്ങൾക്ക്? ആളുകളുടെ ഈ സംശയം, ജാസ്മിൻ്റെ ഇഷ്ടമാണ് മറുപടി കൊടുക്കുകയോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്, മനസ്സിലായില്ലേ? അറ്റ് ലാസ്റ്റ് ജാസ്മിൻ്റെ ഇഷ്ടമാണ്. ജാസ്മിനോട് ചോദിക്കുന്ന എല്ലാത്തിനും ജാസ്മിൻ അങ്ങോട്ട് ഉത്തരം തരണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് വോട്ട് കുത്തിയ കുറേ മണ്ടന്മാർ കാണുമല്ലോ, അവരെങ്കിലും ചോദിക്കുമ്പം ഒന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളായിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ.
നമ്മളോടൊന്നും പറയണ്ട, നമ്മളൊന്നും വോട്ട് കുത്തിയിട്ടില്ല മോളെ, എടുത്ത് വെച്ച് കയറിയിട്ടേ ഉള്ളൂ. അതുപോലുള്ള കാര്യങ്ങളായിരുന്നല്ലോ നമ്മൾ കണ്ടതൊക്കെ. അപ്പോൾ ഓട്ടെ, അതിനകത്ത് ഇനിയും അത് വേണ്ട, അതിവിടെ വലിച്ചടയ്ക്കണ്ട. അടുത്തൊരു കമൻറ്റും കൂടെ, ഒരൊറ്റ കമൻറ്റും കൂടെ. എനിക്ക് തോന്നുന്നത് അതായത് ഗബ്രി ഇതെല്ലാം മനഃപൂർവ്വം ചെയ്തതാണ്. ഇനിയും ജയുടെ അതായത് ജാസ്മിൻ്റെ ലൈഫിൽ ഗബ്രി കാരണം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവേണ്ടെന്ന് കരുതി അവൾക്ക് നല്ല ലൈഫ് കിട്ടാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ഈ ഡിലീറ്റ് അൺഫോളോ ഡ്രാമ. അപ്പോഴല്ലേ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകൂ, അപ്പോഴല്ലേ ഇനി ജാസ്മിൻ്റെ ലൈഫിൽ ഗബ്രി ഇല്ല എന്നെല്ലാവരും അറിയൂ. അതോടെ അവരെ രണ്ടുപേരെയും വച്ചുള്ള കഥകൾ പറയുന്നത് അവസാനിപ്പിക്കൂ. രഹസ്യമായി ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചാൽ ആരും അറിയില്ല. എല്ലാവരും ഇവർ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെന്ന് തന്നെ കരുതും. അവർക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണർ വരികയുമില്ല. ഇപ്പോൾ ചെറിയ വിഷമമുണ്ടെങ്കിലും എല്ലാവരും അത് മറക്കും. അല്ലാതെ ഗബ്രി ഒരിക്കലും അവളെ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കില്ല. ഗബ്രി ബുള്ളിങ്ങിനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, മനസ്സിലായോ? പിന്നെ എനിക്കും നേരത്തെ തോന്നിയ ഒരു സംശയമാണ്, ഇവർക്കൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വലിയ ബൂസ്റ്റ് ഒന്നും ഇല്ലല്ലോ, രണ്ടുപേരെയും പഴയ പോലെ ഒന്നും ആൾക്കാർ ആഘോഷിക്കുന്നില്ല. ഇറങ്ങിയ സമയത്ത് ഗബ്രി ചാനലൊക്കെ തുടങ്ങുമ്പം 1-2 മണിക്കൂറിൻ്റെ വീഡിയോക്കൊക്കെ മില്യൺസ് ആയിരുന്നു വ്യൂസ്. ഇപ്പം അതൊക്കെ നിന്ന് പോയി, മനസ്സിലായില്ലേ? ആ ഒരു കോംബോയെ പിടിച്ച ആൾക്കാർ ആഘോഷിക്കുന്ന പരിപാടിയൊക്കെ നിന്നായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഷോർട്ട് ഫിലിം വന്നു. സോ ഇതിനൊക്കെ ഒരു പ്രൊമോഷൻ ഇവരെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന പരിപാടിയാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. അതുകൊണ്ട് അവരും അതിനു വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. പിടികിട്ടിയോ? ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. പിന്നെ ജാസ്മിൻ്റെ ജീവിതം അങ്ങ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഗബ്രി മാറിക്കൊടുത്തതാണ് ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ വീട് അതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പണ്ടേക്ക് അവനത് ചെയ്യായിരുന്നു, മനസ്സിലായോ? പണ്ടേക്ക് ആ കൊച്ചിൻ്റെ ജീവിതം ഇത്രയും തുലച്ചതും നാട്ടുകാരിൽ നിന്ന് ഇത്രയും തെറുകേൽപ്പിച്ചതും ഒരു ആൾക്കാരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് ജാസ്മിൻ എന്ന് പറയുന്ന അറിയാം. ജാസ്മിൻ്റെ സ്വഭാവം എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ, വാ തുറന്നാൽ നല്ല ഒന്നാന്തരം സാധനങ്ങളെ വീഴത്തുള്ളൂ. പക്ഷെ എന്തെന്നിരുന്നാലും ആ കൊച്ചിൻ്റെ നെഗറ്റിവിറ്റി ഇത്രയും സ്പ്രെഡ് ആക്കാൻ കാരണം ഗബ്രി എന്ന് പറയുന്ന ഒരുത്തൻ തന്നെയാണ്. പിന്നെ ഇപ്പോൾ അവൾക്ക് കല്യാണം സെറ്റാവാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ. പിടികിട്ടിയോ? അതൊക്കെ വെറുതെ. കല്യാണം അതല്ലെങ്കിൽ ഇതിനെയൊക്കെ ആരെങ്കിലുമൊക്കെ പൊക്കോളും, അത് ജാസ്മിൻ നോക്കിക്കോളും, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അല്ലേ? അതൊക്കെ എങ്ങനെയെങ്കിലും സെറ്റായിക്കോളും. എന്താണെങ്കിലും നമുക്ക് അതൊന്നും നമ്മുടെ മാറ്റർ അല്ല. അത് അവരുടെ ജീവിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ, കാണിച്ചു കൂട്ടാവുന്ന മാക്സിമം കാണിച്ചു കൂട്ടട്ടെ. പക്ഷേ ഇവിടെ എനിക്ക് സംസാരിക്കാനുള്ളത് ജാസ്മിൻ മാത്രമല്ല, ജാസ്മിനെ പോലെ കുറേ ആളുകൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ പ്രൊമോഷൻ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആലോചിച്ച കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഈ ഒരു വീഡിയോ ഒരു വ്യക്തി, ഒരു ലേഡി തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഒരു കണക്കില്ലേ? അല്ലെങ്കിൽ ഫോട്ടോ കണ്ടാൽ മനസ്സിലായിക്കൂടെ ഇത്രയും എഡിറ്റ് ചെയ്ത് കേട്ടിയ ഫോട്ടോ ആണെന്ന്. എന്നിട്ട് അത് കണ്ടിട്ട് ലിങ്ക് ചോദിച്ചാൽ ഇങ്ങനെ നിങ്ങൾ തോന്നുന്നത്. പറയാനുള്ളത് ഈ ഗേൾസിനോടാണ്. നിങ്ങൾ ക്രീം ഫേസിൽ പുറത്തുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ള അവർ പറയും. നമ്മൾ വല്ല ക്രീമോ ഒന്നും വൈ തേക്കുന്ന പോലെയല്ല ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്, മനസ്സിലായോ? പറയാനുള്ളത് ഈ ഗേൾസിനോടാണ്. 1 മില്യന്റെ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. അത് എത്ര വലിയ ഫാൻസ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 5 കൺട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല കാര്യം തന്നെ. അടുത്തേലും ഏജ് ആയാലും എന്റെ സ്കിന്നിന് വലിയ പ്രശ്നം പറ്റില്ല. 2024ലെയും 2025ലും എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടാണ്. 2024 അങ്ങനെ, 2025 അങ്ങനെ അല്ലേ? പോട്ടെ, എനിക്ക് ഈ ഫോട്ടോ കണ്ടിട്ടാ, ഈ ഫോട്ടോ കണ്ട് വിശ്വസിച്ച് ലിങ്ക് എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ. മണ്ടന്മാരെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇവരുടെയൊക്കെ ഈ പ്രൊഡക്ട്സ് ടാഗ് ചെയ്യുന്ന ഇവർ പാരി തേക്കുന്നത് കണ്ടിട്ട് താത്തമോളെ ഒന്ന് ലിങ്ക് ഇട്ട് തരാമോ, മാമ മേടിക്കട്ടെ എന്നും പറഞ്ഞ് ചോദിച്ച് ചെല്ലുന്നതൊക്കെ സത്യം പറഞ്ഞ് ശുദ്ധ മണ്ടന്മാരെ ആ പരിപാടി ചെയ്യത്തുള്ളൂ. നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. ഒരു സൺസ്ക്രീൻ, ഞാൻ ഇപ്പോഴും പറയും, ഒരു സൺസ്ക്രീൻ പോലും നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവർ പറഞ്ഞു തരും നമ്മുടെ സ്കിന്നിന് ഏത് സൺസ്ക്രീനാണ് വേണ്ടത്, അത് മേടിച്ച് ഉപയോഗിക്കുക. അതല്ലാതെ ഈ പൂട്ടി ബ്ലോഗേഴ്സ് ടാഗ് ചെയ്യുന്ന സാധനങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഒരു ചെറിയ പണി കിട്ടിയ ഒരുത്തരാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്, മനസ്സിലായില്ലേ? എനിക്ക് തന്നെ അത് പറയാൻ പറ്റും. ഒരു ചെറിയ പണി, അതിപ്പോഴൊന്നുമല്ല, കുറച്ചായി ഞാൻ പിന്നെ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. അതൊന്നുമില്ല. ഈ മുടി, നിങ്ങൾക്ക് പണ്ട് തൊട്ടേ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ നല്ല രീതിയിൽ മുടി വളർത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഇച്ചിരി ഹെയർ കൊഴിയുന്ന പോലെ എനിക്ക് തോന്നിയിടെ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവരും ഇതങ്ങ് പ്രൊമോട്ട് ചെയ്യുക. ഞാനും മേടിച്ചൊരെണ്ണം. എന്തിൻ്റെ കടിയായിരുന്നു എനിക്കെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കും. എന്നാ പണ്ടാരം എൻ്റെ തലയിലിട്ടോ
അന്ന് തൊട്ട് ഗംഭീരമായിട്ട് മുടി കൊഴിയാൻ തുടങ്ങി. പിന്നെ ഒരു മാസത്തോളം ഞാൻ യൂസ് ചെയ്ത്, അത് എൻ്റെ കടി, യൂസ് ചെയ്ത് നോക്കി, ഇനിയും ചിലപ്പം മാറുമായിരിക്കും എന്ന് വിചാരിച്ചു. മൊത്തം അത് തീരുന്നോടെ വരെ നിന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഭ്രാന്തി ഞാൻ എന്തായാലും കാണിച്ചില്ല. എന്തായാലും കാശ് കൊടുത്ത് മേടിച്ചാൽ ഇത് മൊത്തം ഞാൻ യൂസ് ചെയ്യും. അങ്ങനെ ഒരു സാധനം ഞാൻ എന്തായാലും വെച്ചില്ല. ഒരു മാസത്തോളം മാക്സിമം, അത്രയും പോലും എടുത്തില്ലെന്ന് തോന്നുന്നു. അതിന് മുമ്പ് തന്നെ ഇത് കുറച്ച് ഓവറാണല്ലോ മുടി കൊഴിയുന്നത്, ഇത്രയും നേരത്തെ കുറയുന്നില്ലായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കിയ ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞു. പിന്നെ ഞാൻ ഒരു സാധനം, വീട്ടിൽ അമ്മ കാച്ചിയ എണ്ണ തേച്ചങ്ങടെ കുളിക്കും. ഇപ്പതേ ഒരു പ്രശ്നവും ഇല്ല. ഏറ്റവും നല്ല കാര്യമാണ്. ആവശ്യമില്ലാതെ, ജാസ്മിൻ മാത്രമല്ല, ജാസ്മിനെ പോലെ ഈ പരിപാടി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോയി തല വെക്കല്ലേ. പിടികിട്ടിയോ? തല വെക്കാതിരിക്കേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്കിൻ കെയർ, ഈ വാരി തേക്കുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വേറൊരു വീഡിയോ, ഈ ഗ്ലൂക്കോത്തൈ അങ്ങനത്തെ ഒരു സാധനം, ഒരു ടാബ്ലറ്റ് പോലെ, ഞാനിപ്പോൾ അത് കുറേ പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു ടാബ്ലറ്റ് പോലുള്ളൊരു സാധനം തിന്നും. എളുപ്പമാണ്, ക്രീമൊന്നും തേക്കണ്ടല്ലോ, എളുപ്പമാണ്. ഈ സാധനം ഭയങ്കര സേഫ്റ്റി. അതൊക്കെ തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയൊക്കെ പളപളാ ഗ്ലോ ചെയ്യുമെന്നാണ് പറയുന്നത്. ആവശ്യമില്ലാതെ ഈ കാണുന്ന സാധനങ്ങളൊന്നും എടുത്ത് വായിലോട്ട് ഇടരുത്. എന്ത് കിട്ടിയാലും വായിലോട്ട് കയറ്റുന്ന പരിപാടി അങ്ങ് മാറ്റിയേക്കണേ. അങ്ങനൊന്നും ചെയ്യല്ലേ. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടർ പറയും അകത്ത് എന്തെങ്കിലും മരുന്ന് കഴിച്ച് മാറേണ്ട സ്കിൻ കെയർ ഇഷ്യൂ ആണ് നിങ്ങൾക്കെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. അല്ലാതെ ഒരിക്കലും ഇതുപോലുള്ള ബ്യൂട്ടി ബ്ലോഗേഴ്സ് കാണിക്കുന്ന സാധനങ്ങളൊന്നും എടുത്ത് തിന്നരുത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഈ ഒരു ക്രീമും ഈ ഒരു തിന്നുന്ന സാധനമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊന്ന് കാണൂ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇത്തരത്തിലുള്ള ഫെയർനെസ് ക്രീമുകളിലും ബ്യൂട്ടി ടാബ്ലറ്റുകളിലും ബ്യൂട്ടി സപ്ലിമെന്റുകളിലും ഒക്കെ മറഞ്ഞിരിക്കുന്നത് ഏറ്റവും അപകടകാരികളായ വിഷപദാർത്ഥങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെർക്കുറി എന്ന ഒരു നിശബ്ദ കൊലയാളിയാണ്. പല ഫെയർനെസ് ബ്രൈറ്റനിങ് ക്രീമുകളിലും മെർക്കുറി എന്ന ഹെവി മെറ്റൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മെർക്കുറി എന്ന് പറയുന്ന സംഗതി നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ പിഗ്മെന്റ് ആയ മെലാനിനെ സപ്രസ് ചെയ്യും. അതിനാൽ സ്കിന്ന് പെട്ടെന്ന് വൈറ്റ് ആവും. പക്ഷേ ഇതിന്റെ പരിണിത ഫലം എന്താണെന്ന് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്? ഇതുകൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കിഡ്നി ഡാമേജ് ഉണ്ടാവും, നെർവ് സിസ്റ്റം ഡാമേജ് ആകും, മെമ്മറി ലോസ് ഉണ്ടാകും, മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാകും, ലോങ് ടേം മേജർ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇവിടുത്തെ ഏറ്റവും ഭയാനകമായ ഒരു കാര്യമുണ്ട്. ഈ മെർക്കുറി എന്ന സാധനം ഉണ്ടല്ലോ, ഇത് പലപ്പോഴും ലേബലിൽ എഴുതിയിട്ടുണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാത്ത വിധത്തിൽ മറ്റു ചില പേരുകളിലാണ് പറയപ്പെടുന്നത്. കാലോമൽ, മെർക്കുറസ് ക്ലോറൈഡ്, മെർക്കുറി സാൾട്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതി വെക്കുക. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർക്കല്ലേ ഇതിന്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. അടുത്തത് അതുപോലെ തന്നെ മാരകമായ മറ്റൊരു വിഷപദാർത്ഥമാണ് ഹൈഡ്രോക്വൈനോൺ. ഇത് ഒരു സ്ലോ പോയിസൺ ആണ്. പല രാജ്യങ്ങളിലും ബാൻ ചെയ്ത സ്കിൻ ബ്ലീച്ചിങ് കെമിക്കലാണിത്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ ചില ആഴ്ചകൾ കഴിയുമ്പോഴേക്കും സ്കിൻ ബേണിംഗ്, റെഡ്നെസ്, പെർമനന്റ് ബ്ലാക്ക് പാച്ചസ് ഇതൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കൂടാതെ സൺ സെൻസിറ്റിവിറ്റി എക്സ്ട്രീമായി കൂടുകയും ചെയ്യും. പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ഇത് സൂപ്പർ ആയിട്ട് തോന്നും, സ്കിന്ന് നല്ല ഫെയർ ആയിട്ട് മാറും. എന്നാൽ കുറച്ചുനാൾ കഴിയുമ്പോഴാണ് പണി കിട്ടി തുടങ്ങിയത് നിങ്ങൾ അറിയുന്നത് പെർമനന്റ്ലി ഡാമേജ് ആയ ഒരു സ്കിൻ ആയിരിക്കും ആ സമയത്ത് അവശേഷിക്കുക. മറ്റൊരു വിഷപദാർത്ഥമുണ്ട് സ്റ്റിറോയിഡ്സ്. അതും നിങ്ങളുടെ സ്കിന്നിന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലോ കൊണ്ടുവരും. പക്ഷേ ചില നാളുകൾ കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്കിൻ ഡാമേജ് ആകും. പല ഇൻസ്റ്റന്റ് ഗ്ലോ ക്രീംസിലും സ്റ്റിറോയിഡ് ചേർക്കുന്നുണ്ട്. സ്റ്റിറോയിഡ് എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അത് ടെമ്പററി ആയി റെഡ്യൂസ് ചെയ്യും. സ്കിന്ന് സ്മൂത്ത് ആയി തോന്നും. പക്ഷേ പതിവായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. എന്ത് പണിയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ അത് ഉപയോഗിച്ച് പണി കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരുവാൻ സാധ്യതയുണ്ട്. സ്കിന്ന് വളരെ തിന്ന, കിഡ്നി അടിച്ചു പോകും. ഓക്കെ, എല്ലാവരും ആലോചിച്ച് വെക്കുക. ഈ മെർക്കുറിയൊക്കെ അടങ്ങുന്ന സാധനങ്ങളൊക്കെയാണ് ഇൻടേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് മുഖത്തിടുന്നതെങ്കിലൊക്കെ നല്ല പണി കിട്ടും. പിടികിട്ടിയോ? എന്തിനാ ഇതിൻ്റെയൊക്കെ പുറകെ? അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജാസ്മിനെ പോലുള്ള ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണെങ്കിലും ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളോടാണ്. ഇവർ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ്, ഇവർ ഇന്നൊരു പ്രൊഡക്റ്റ് എടുത്ത് മോന്തയ്ക്ക് തേച്ചു, 2 ദിവസം കഴിയുമ്പോൾ വേറൊരു പ്രൊഡക്റ്റ് എടുത്ത് മോന്തയ്ക്ക് തേച്ചു. നിങ്ങളുടെ വിചാരം എന്താ? ഇവർ ഈ പ്രൊഡക്റ്റ് എല്ലാം സ്ഥിരം ഉപയോഗിച്ചുകൊണ്ട് നടക്കുകയാണെന്നാണോ? അല്ല. ഇവർ ജസ്റ്റ് നമ്മളെ കാണിച്ച് നമ്മളെ മണ്ടന്മാരാക്കി നമ്മളെ കൊണ്ട് ഈ സാധനം മേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം ചിലപ്പോൾ ഇവർ ഉപയോഗിക്കുമായിരിക്കും. പിന്നെ അവരത് ഉപയോഗിച്ച് നോക്കത്തില്ല. അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനം കാണും, അതേ അവർ ഉപയോഗിക്കുകയുള്ളൂ. ഇത് ജസ്റ്റ് നമ്മളെ കാണിക്കാൻ. അപ്പോഴും എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്, ഈ ഇപ്പം ജാസ്മിനെ പോലുള്ള ആളുകളാണെങ്കിലും വന്നിട്ട് ഞാൻ കഴിഞ്ഞ 1 മാസം ഇത് തേച്ച് ഉപയോഗിച്ച് നോക്കി, അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ, നിങ്ങൾ മേടിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് തള്ളുന്നത് ഈ 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സംശയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ 1 മാസം ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്, പിന്നെ 1 മാസം ഉപയോഗിച്ച് റെക്കമെൻഡ് ചെയ്തു, പിന്നെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അതോ പിന്നെ നിങ്ങളിതെടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പണ്ട് തൊട്ട് സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനമാണോ ഉപയോഗിക്കുന്നത്? ഉറപ്പായിട്ടും സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനമല്ലേ ഉപയോഗിക്കത്തുള്ളൂ. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് സ്കിന്നിന് പല സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ മോന്തയൊക്കെ മറ്റേ പാണ്ട് പിടിച്ച കണക്ക് വരുന്നത്. പാണ്ട് വരിക എന്ന് പറയുന്നത് അതൊരു രോഗാവസ്ഥ വരുന്നതാണ് നമുക്ക്. പക്ഷെ ഇത് അങ്ങനല്ല. ഇത് നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ ഓരോന്നൊക്കെ വാരിപ്പൂശി വരുത്തി വെക്കുന്ന ഒരു സാധനം. പിടികിട്ടിയോ? ദൈവത്തെ ഓർത്ത് ഡോക്ടേഴ്സിൻ്റെ അടുക്ക പോയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം എന്തൊരു സാധനവും എടുത്ത് ദേഹത്തിടുക. തലയിലായിക്കോട്ടെ, മുഖത്തായിക്കോട്ടെ, ഇൻടേക്ക് ചെയ്യുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ എങ്ങനെ ഇവർക്ക് എങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ തന്നെ തോന്നുന്നു. ചിലപ്പോൾ 100-ൽ
90% ആളുകൾക്കും ഇത് കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും കാണത്തില്ല, പ്രൊഡക്റ്റൊക്കെ നല്ലതായിരിക്കും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഒരു 10% ആൾക്കാർ കാണും ഇതൊക്കെ കണ്ടിട്ട്, നിങ്ങളെ കണ്ട് മേടിച്ചിട്ട് പണി മേടിക്കുന്നവർ. അവരുടെ മുഖം ഒന്നിടയ്ക്കൊന്ന് ആലോചിക്കുക. ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ, ജാസ്മിനെ മാത്രമല്ല, ജാസ്മിനെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട്. പിടികിട്ടിയോ? പിന്നെ എല്ലാവരും ജാസ്മിനാണ് കൂടുതൽ ഈ ഒരു പരിപാടിയിലോട്ട്, നമ്മളെല്ലാം കാണുന്നത് ജാസ്മിനെയാണ് ഏറ്റവും കൂടുതൽ. ഇങ്ങനെയുള്ള ഈ പ്രൊഡക്ട്സ് ഞാൻ അതാ കേട്ടോ കാണുന്നത്. പിന്നെ ഈ അടുത്തായിട്ട് വേറൊരു ലേഡിയെ കാണുന്നുണ്ട്, ഉണ്ട് ഇല്ല, നമ്മുടെ പ്രവീൺ, അവരുടെയൊക്കെ ചാനൽ, പുള്ളിയുടെ വൈഫാണെങ്കിൽ പോലും ചെയ്യുന്നുണ്ട് ഈ പരിപാടി. മനസ്സിലായോ? ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറാണ് ഇവിടെയൊക്കെ, ഈ നമ്മുടെ ചാസ്മോളൊക്കെ കാണിക്കുന്നത്. ഇടയ്ക്ക് എനിക്കൊരു സംശയം തോന്നിയിടേ, ഇനി ചാസ്മോളുടെ ഈ മേക്കപ്പ് പ്രൊഡക്റ്റ് മറ്റേ ബൂസ്റ്റ് ചെയ്ത് നാട്ടുകാരെ കൊല്ലിക്കുന്നതുകൊണ്ട് ഇനി കപ്രിമോൻ ഇറങ്ങി ഓടിയതാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. കാരണം അതുപോലെ എടുത്തിട്ട് അങ്ങോട്ട് ഇത് നല്ല പ്രൊഡക്റ്റാണ്, ഇത് തേച്ച് കഴിഞ്ഞാൽ കറുപ്പ് മൊത്തം വെളുപ്പായി മാറിക്കിട്ടും. ഈ കറുപ്പിനെ നമ്മൾ മറ്റേ പുച്ഛിക്കരുതെന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ. പിന്നെ ഇച്ചിരി കറുത്തിരുന്നെന്നും പറഞ്ഞ് എന്താ ഇത്ര കുഴപ്പം? അല്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക. ഒരു കാര്യം പറയട്ടെ, എന്നും കറുപ്പ് എന്ന് പറയുന്ന നിറത്തെ ഞാൻ ആക്ഷേപിക്കുകയല്ല. പക്ഷേ കറുപ്പിനെ ഈ പൊക്കിപ്പിടിക്കാൻ നടക്കുന്നവർ പോലും ചിലപ്പോൾ അവരുടെ മുഖം ഒന്ന് കറുത്ത് കഴിഞ്ഞാൽ ഉടനെ മേക്കപ്പ് പൂശാൻ നടക്കും. ഇല്ലേ? അത്രയേ ഉള്ളൂ. ബാക്കി ആയിട്ട് തോന്നും. വെയിനുകളൊക്കെ അങ്ങനെ വിസിബിൾ ആയിട്ട് വരും. ഇത്രയും നാൾ നമ്മൾ പുറമെ കാണാതിരുന്ന കുഞ്ഞു ഞരമ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുഖത്ത് ഇങ്ങനെ നിഴലിച്ച് നിൽക്കുന്നത് കാണാൻ കഴിയും. പിമ്പിൾസ് എക്സ്പ്ലോഡ് ചെയ്യും, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഹോർമോണൽ ഇംബാലൻസ്, ഇവയെല്ലാം വെളിപ്പെട്ട് തുടങ്ങും. നിങ്ങൾക്കറിയാമോ, ഈ ഡെർമറ്റോളജിസ്റ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ക്രീമുകൾ നശിപ്പിച്ച സ്കിന്നിനെയാണ് എന്നുള്ളത്? പണ്ടൊക്കെ പുറമെ പുരട്ടുന്ന ക്രീമുകളായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ അപകടകാരികളായ മറ്റൊരു കൂട്ടം സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് സ്കിൻ ബ്രൈറ്റനിങ് സപ്ലിമെന്റ്സ്, ബ്യൂട്ടി ടാബ്ലറ്റ്സ്. പരസ്യം കണ്ടുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയി പരിശോധിക്കുമ്പോൾ നാച്ചുറൽ, 100% ഹെർബൽ, ആയുർവേദിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇതിലേക്ക് ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പല സപ്ലിമെന്റ്സിലും എക്സസ് വൈറ്റമിൻ എ, ഹെവി മെറ്റൽസ്, ഹോർമോൺ അഫക്റ്റിംഗ് കോമ്പൗണ്ട്സ് എന്നിവയൊക്കെ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടാവും. ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ്, ലിവർ ഡാമേജ് ആകും, കിഡ്നി പ്രോബ്ലം ഉണ്ടാകും, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും, പീരിയഡ്സ് പ്രോബ്ലം ഉണ്ടാകും, ഹെയർ ഫോൾ ഉണ്ടാകും, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ്. സ്കിൻ ഗ്ലോ ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മിക്കണം, ഇതിൽ പലതും നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിനെ അറ്റാക്ക് ചെയ്യാനുള്ള മാരക വിഷങ്ങളാണ് എന്നുള്ളത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ മുൻപ് നിങ്ങൾ പലരിലൂടെയും പല ആവർത്തിയും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാവും. എന്നിട്ടും നമ്മൾ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. അതിന്റെ പ്രധാനപ്പെട്ട മറുപടി ഇതാണ്: സെലിബ്രിറ്റി എഫക്ട്. ജാസ്മിൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ്, അവൾ നമ്മുടെ കുട്ടിയല്ലേ, അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേഫ് ആയിരിക്കും. ഇത്തരത്തിലുള്ള തെറ്റായ വിശ്വാസം. നിങ്ങൾ ഓർക്കണം, ഈ പ്രോഡക്റ്റുകൾ നമുക്ക് പരിചയപ്പെടുത്തുവാൻ വരുന്ന ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ഈ പ്രോഡക്റ്റ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. അവർ ഏർപ്പെട്ടിരിക്കുന്ന കരാർ പ്രകാരം ക്യാമറയുടെ മുമ്പിൽ അവർ അഭിനയിച്ച് കാണിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. കേട്ടല്ലോ, ഞാനും ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്. ഒന്ന് ഉപയോഗിച്ച് കാണിക്കും. നിങ്ങൾ മണ്ടന്മാർ പോയി മേടിക്കും. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. ജാസ്മിൻ നമ്മുടെ കുട്ടിയല്ലേ, അവൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത്, അവൾ തരുന്ന പ്രൊഡക്റ്റ്, അവൾ നമ്മളെ കാണിച്ചു തരുന്ന പ്രൊഡക്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പോയി മേടിക്കരുതേ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ പോകത്തുള്ളൂ കിഡ്നി, ജാസ്മിൻ്റെ കിഡ്നി പോകത്തില്ല. ജാസ്മിൻ്റെ കിഡ്നി സൂപ്പറായിട്ടിരിക്കാൻ വേണ്ടി അവൾ ഈ നമ്മുടെ കിഡ്നി കളയിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന കാശുണ്ടല്ലോ, അതിന് നല്ല ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ച് ചുന്ദരിയായിട്ട് അവൾ നടക്കും. അവൾ ഇതേ കണക്ക് എല്ലാം ഒന്നും വാരി മേടിച്ച് പൊത്താനും ചാൻസ് ഇല്ല. പിടികിട്ടിയോ? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മുടെ കുട്ടിയാണ്, മാമൻ്റെ മോളാണെന്നും പറഞ്ഞ് പോയി തല വെച്ച് കൊടുക്കരുത്. ഇവരൊക്കെ തട്ടുന്ന പ്രൊഡക്ട്സ് എല്ലാം കൂടെ എടുത്ത് മേടിക്കരുത്. കുറച്ചും കൂടെ. പക്ഷേ ഇത്രയും കണ്ടു കഴിയുമ്പോഴേക്കും ഈ താരാരാധന തലക്കി പിടിച്ച വെളിവും ബോധവും ഇല്ലാത്ത ഫാൻസ് ഉടൻ തന്നെ ഓർഡർ ചെയ്യും, അതിനുവേണ്ടിയുള്ള ലിങ്ക് അന്വേഷിച്ചു തുടങ്ങും. ഒറ്റത്തവണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ദേ നോക്ക് എന്നിൽ വന്നിരിക്കുന്ന വ്യത്യാസം കണ്ടില്ലേ എന്ന് സെലിബ്രിറ്റി പറയുമ്പോൾ തന്നെ ചിന്തിക്കണം. അങ്ങനെ ഒരു മാജിക് കാണിക്കുന്ന സാധനത്തിൽ അല്ലെങ്കിൽ ഒറ്റയാഴ്ച കൊണ്ട് ആൾ പാടെ മാറും എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൽ ഒളിഞ്ഞിരിക്കുന്നത് മാരക വിഷയങ്ങളായിരിക്കും, അത് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന സാധനങ്ങളായിരിക്കും എന്ന്. പക്ഷേ ഇവിടെ പറയുന്ന ഈ ഇൻസ്റ്റന്റ് റിസൾട്ട് എന്നുള്ളത് അത് നമുക്ക് വളരെ ആശ്ചര്യമുള്ളതാക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ പേഷ്യൻസ് ഇല്ല. സ്ലോ ആയിട്ടുള്ള ഹെൽത്തി പ്രോസസ് അത് നമുക്ക് വേണ്ട, നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇംപേഷ്യൻസ് ആണ് കോർപ്പറേറ്റുകളെ, ഈ മേഖലയിൽ വലിയ വലിയ കമ്പനികളെ പിടിച്ചു നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർ നമ്മുടെ മേൽ ഒരു ഫെയർനെസ് പ്രഷർ നാം പോലും അറിയാതെ അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ടെന്താണ് ഈ ചതിക്കുഴി എന്താണെന്ന് തിരിച്ചറിയാത്ത നമ്മുടെ സൊസൈറ്റി തന്നെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സുന്ദരിയായിരിക്കണം, വെളുത്ത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വെളുത്തിട്ട് പാറണമെന്ന്. നമ്മുടെ സൊസൈറ്റിയെ ആ രീതിയിൽ കോർപ്പറേറ്റുകൾ രൂപപ്പെടുത്തിയെടുത്ത്. പണ്ട് സായിപ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, ബ്രൗൺ സ്കിൻ അത് ഇൻഫീരിയർ ആണ് എന്ന്. ഇന്ന് ബ്യൂട്ടി ഇൻഡസ്ട്രി പറയുകയാണ് ഡാർക്ക് സ്കിൻ അത് വലിയ പ്രോബ്ലം ആണെന്ന്. ഡാർക്ക് സ്കിൻ ഏറ്റവും മോശമാണ്, വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് നമ്മുടെ സമൂഹത്തെ വളരെ വ്യാപകമായി അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തി. സായിപ്പ് അന്ന് പറഞ്ഞ ആ ലാംഗ്വേജ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിന്റെ പവറും സ്ട്രക്ചറും ഒട്ടും തന്നെ മാറിയിട്ടില്ല. ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഈ ഫെയർനെസ് ക്രീമുകൾ എന്നൊക്കെ പറഞ്ഞാൽ സായിപ്പിന്റെ കൊളോണിയൽ മൈൻഡ് സെറ്റിന്റെ മോഡേൺ വേർഷൻ ആണ്. മതിയല്ലോ, കൂടുതൽ ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇനി സ്കിന്നുകളെ പറ്റിയിട്ടുള്ള വലിയ 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 കഥകളാണ്. ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞിരിക്കുക, ഒരൊറ്റ കാര്യം. ഇവരുടെ ഈ സെലിബ്രിറ്റീസ്, അതിപ്പോൾ ജാസ്മിൻ മാത്രമല്ല വേറെ ഒരുപാട് പേര് ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് ആ എത്തിക്കുന്നതിനകത്തുനിന്ന് കാശ് കിട്ടുന്നുണ്ട്. പിടികിട്ടിയോ? ഇപ്പം യൂട്യൂബിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിടുക എന്ന് വിചാരിച്ചു, ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിൽ അവർ ലിങ്ക് അയച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു. ഇപ്പം
ഇങ്ങനെയൊക്കെ അവർക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അവർ ഒരു കരാർ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കരാർ, ഇപ്പം എന്താ പറയുക, വേണ്ട പ്രൊഡക്റ്റിൻ്റെ ഒന്നും പേര് പറയണ്ട, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു സാധനം എടുത്തെന്ന് വിചാരിച്ചോ, കമ്പനി ഇവർക്ക് കാശ് കൊടുക്കും. കൂടാതെ യൂട്യൂബിൽ ടാഗ് ചെയ്തിട്ട് ആ ടാഗ് ചെയ്തിട്ടേക്ക് ഇതിനകത്തുനിന്ന് കയറിയാണ് മേടിക്കുന്നതെങ്കിൽ അവിടുന്നും അവർക്ക് പൈസ കിട്ടും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിടികിട്ടിയോ? ഇൻസ്റ്റൻ്റ് ആയിട്ട്, ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചതാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ഇതാ കഴിഞ്ഞ ഒരു മാസം ഞാൻ ഉപയോഗിച്ച് കണ്ടോ, എൻ്റെ സ്കിന്ന് ഗ്ലോ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഒരു മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് സ്കിന്ന് പൂത്തുലയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കേട്ട കണക്ക് അതിനകത്ത് എന്തൊക്കെ മായമാ ചേർത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പോകുമ്പോൾ നമ്മുടെ പോവുള്ളൂ, മുഖവും കിഡ്നിയും കരളും ഒക്കെ, അല്ലാതെ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒന്നും പോകത്തില്ല. എല്ലാവരും അതൊന്നും മനസ്സിലാക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരും ഇതുപോലൊക്കെ ഇരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എന്നാലല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുകയുള്ളൂ. ചുമ്മാ പറഞ്ഞതാ. നമ്മുടെ ആരുടെയും ഹെൽത്ത് അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിലല്ല. സീരിയസ്ലി നമ്മുടെ ഇന്നത്തെ ഒരു റൂട്ടീൻസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോൾ എന്ത് അസുഖം വരുമെന്ന്. പക്ഷെ കൂടുതലും നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് പോയി അസുഖത്തെ മേടിച്ച് വെക്കാതിരിക്കുക. പിടികിട്ടിയോ? പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ വാരിപ്പൊത്തിയിട്ട് ലാസ്റ്റ് മറ്റേ വെളുക്കാൻ തേച്ച് വേണ്ടായി അത് സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടെ അറിയേണ്ടത്. ഈ ചാസ്മി ഗപ്രി അടിച്ചു പിരിഞ്ഞ് അവർ വേറെ വഴിക്ക് പോയോ, ഇതൊക്കെ അറിയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ചാസ്മിയൊക്കെ തട്ടിവിടുന്ന സാധനങ്ങൾ മേടിച്ച് പുരട്ടുന്ന ആളുകൾ ഈ പോയി ചില കമൻറ്റുകൾ കണ്ടല്ലോ, മോളെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നടി എന്ന് പറയുന്നവർ ഒന്ന് ആലോചിക്കുക. ആ തട്ടിവിടുന്ന സാധനങ്ങൾ മേടിച്ച് തേച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്കാ പോകുന്നത്, അവർ പിന്നെ മുന്നോട്ട് പോകും കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.